ക്ലച്ച് പിടിക്കാതെ ബൈക്കിൽ ഗിയർ മാറ്റാൻ പറ്റുമോ? പോടാ. അതെ, ക്ലച്ച് പിടിക്കാതെ ബൈക്കിൽ ഗിയർ മാറ്റാൻ പറ്റും. നോർമലി നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ത്രോട്ടിൽ ക്ലോസ് ചെയ്യും, ക്ലച്ച് പിടിക്കും, ഗിയർ ചേഞ്ച് ചെയ്യും, പിന്നെ ക്ലച്ച് റിലീസ് ചെയ്യും, പിന്നെ ത്രോട്ടിൽ കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ ഒരു മോട്ടോ ജി പി റേസിന്റെ ഇടയിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു സെക്കൻഡിന് മേളിൽ സമയം ചെലവാകും. മോട്ടോ ജി പിയിലെ ഓരോ മില്ലി സെക്കൻഡും വെറുത്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പൊ ഈ ഒരു ലാഗ് കുറയ്ക്കാനും അവിടെ ഉണ്ടായിരുന്ന പവർ ലോസ് കുറയ്ക്കാനും പിന്നെ റൈഡർക്ക് ഉണ്ടാവുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് കുറയ്ക്കാനുമാണ് യമഹയും ഹോണ്ടയും ചേർന്നിട്ട് 90s ഈ ഒരു ഫീച്ചർ വണ്ടിയിൽ കൊണ്ടുവന്നത്. ക്വിക്ക് ഷിഫ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ? നമ്മുടെ ഗിയർ ലിവറിൽ വെച്ചിരിക്കുന്ന ഒരു സെൻസർ ഉണ്ട്. ആ സെൻസർ കൊണ്ട് തന്നെ നമ്മൾ ഗിയർ എപ്പോഴാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫുട്ട് അതിൽ വെക്കുമ്പോൾ തന്നെ വണ്ടിക്ക് സെൻസ് ചെയ്യും. വണ്ടി അത് സെൻസ് ചെയ്ത ഉടൻ തന്നെ വണ്ടിയുടെ ഇഗ്നിഷനും അതേപോലെ ഫ്യൂൽ ഇഞ്ചക്ഷനും 20 തൊട്ട് 40 മില്ലി സെക്കൻഡ് വരെ കട്ട് ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് വണ്ടിയുടെ ഗിയർ അൺലോഡഡ് ആവും. സെയിം ആസ് ക്ലച്ച് പിടിക്കുന്ന പോലെ തന്നെ അൺലോഡഡ് ആവും. ആ ഒരു ടൈമിൽ നമുക്ക് ഈസിലി ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് അപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഗിയർ അപ്പ് ചെയ്യുന്ന കാര്യം മാത്രമല്ലേ പറഞ്ഞേ, അപ്പൊ ഡൗൺ ചെയ്യുന്നതോ? ഗിയർ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വിക്ക് ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്ന പേരാണ് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ. ഇതിന് നമ്മളെ ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓട്ടോ ബ്ലിപ്പർ. ഓട്ടോ ബ്ലിപ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഗിയർ ക്ലച്ച് പിടിച്ച് അത് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റെവ് ഒന്നും അപ്പ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കാണ് വരുന്നതെങ്കിൽ ഈ സെക്കൻഡ് ഗിയറിന് എത്ര RPM ആണോ ആവശ്യം, ആ RPMലേക്ക് വണ്ടിയുടെ RPM ഒന്ന് ഹൈ ആക്കാൻ വേണ്ടി ത്രോട്ടിൽ ഒന്ന് കൊടുക്കും. അതേപോലെ തന്നെ ഒരു ചെറിയ ബ്ലിപ്പ് കൊടുക്കും, ത്രോട്ടിൽ ബ്ലിപ്പ്. ആ ത്രോട്ടിൽ ബ്ലിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഈസി ആയിട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും. ബൈ ദ വൈ, ക്വിക്ക് ഷിഫ്റ്റർ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ബൈക്സിലൊക്കെ കൊണ്ടുവന്നത് BMW S1000R ആട്ടോ, അത് 2009. അപ്പൊ ക്വിക്ക് ഷിഫ്റ്റർ എങ്ങനെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള ഓട്ടോമൊബൈൽ ഇൻഫർമേഷൻസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക.